ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ നല്ല മഴയായിട്ടാണ്. പുലർച്ചെ തുടങ്ങിയ മഴ ഇതുവരെയും നിന്നിട്ടില്ല. നമ്മൾ കരുതും മഴയായി കഴിഞ്ഞാൽ കുറച്ചധികം സമയം പുതച്ചു മൂടി കിടന്നുറങ്ങുക എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാ, മഴയായാലും വെയിലായാലും എൻ്റെ മക്കൾ രാവിലെ നേരത്തെ തന്നെ എണീക്കും. അപ്പോൾ അതാ അവർ രണ്ടുപേരും നേരത്തെ തന്നെ എണീച്ച് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പായത് കാരണം ഞാൻ രാവിലെ അവരെ കുളിപ്പിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു. ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവൾ അച്ഛൻ്റെ കൂടെ കുറച്ച് സമയം കളിച്ചൊക്കെ ചെയ്തു. അപ്പോൾ അവൾക്ക് ചെറിയൊരു ജലദോഷം ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കുളിപ്പിക്കേണ്ട, മേല് കഴിപ്പിക്കാമെന്ന് കരുതിയിട്ട് മേല് കഴിപ്പിച്ച് കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ മാറ്റി മുടി മാറ്റി കെട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ പുറത്തുനിന്നൊരു വണ്ടിയുടെ സൗണ്ട് കേട്ട് അവൾ അങ്ങോട്ട് ഓടിപ്പോയത്. അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഗ്യാസ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഗ്യാസ് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മുടി കെട്ടാൻ വിളിച്ചത് വന്നതേയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അലക്കിയ തുണികളുണ്ട്, അതൊക്കെ വേഗം കൊണ്ടുപോയിട്ട് തോരടാമെന്ന് വിചാരിച്ചു ഞാൻ മെല്ലെ മുകളിലോട്ട് കയറി വന്നതാണ്. മഴയായി കഴിഞ്ഞാൽ പിന്നെ തുണികൾ ഉണങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ വീടുകളിൽ ഓരോ ദിവസം ഓരോ ബക്കറ്റ് ഉണ്ടാവും, അവരുടെ തന്നെ ഡ്രസ്സ്, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിന് പണി നടക്കായതുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ റൂമിലും ഹാളിലും ഒക്കെ തലങ്ങും വിലങ്ങും ഒക്കെ അയലുകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇട്ട തുണികൾ എടുക്കാനുണ്ടായിരുന്നു, ഇന്ന് തിരുമ്പി തുണികളൊക്കെ തോരടാനുണ്ടായിരുന്നു. പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണങ്ങി തുണികളൊക്കെ എടുത്ത് താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുക്കളയിൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അമ്മ എന്നൊരു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൃത്യസമയത്താണ് അടുക്കളയിൽ എത്തിയപ്പോൾ അമ്മ അതാ ബിരിയാണിക്ക് ദം ഇട്ടുകൊണ്ടിരിക്കുക. അമ്മയുടെ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് മസാല ഇടുന്നത്. നല്ല സ്പൈസി ബിരിയാണി ആയിരിക്കും. വീട്ടിലമ്മ പ്രത്യേക ഒരു ഗരം മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കല്. അടിപൊളി ടേസ്റ്റായിട്ട് അമ്മയുടെ ബിരിയാണി. ചേച്ചി അനിയത്താണെങ്കിൽ ഹാളിൽ പായലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയായത് കാരണം മുറ്റത്തിറങ്ങി കളിക്കാൻ വയ്യല്ലോ, അല്ലെങ്കിൽ ആടുകുട്ടികൾ പുറകെ ഓടിയിട്ടും മണ്ണിൽ കളിച്ചിട്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ പിന്നെ അതാ നോട്ട് പുസ്തകവും പെന്നും കൊണ്ടിരിക്കുന്നുണ്ട്. അൻ്റിയാണെങ്കിൽ അതൊക്കെ നോക്കി ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവർ രണ്ടുപേരും മെല്ലെ കിടത്തി ഉറക്കി. പിന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ബിരിയാണി പൊതിച്ചോറ് പോലെ ആക്കി തരുമോ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇല വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല വെട്ടാൻ വേണ്ടി പുറത്തോട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. നോക്കിയപ്പോൾ കണ്ട് പരിചയമില്ലാത്ത ആൾക്കാരും. അച്ഛനെ എവിടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇലയും കൊണ്ട് അകത്തോട്ട് കയറി ഒന്നും ചെയ്തു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ബാക്ക് സൈഡിൽ ആടുകുട്ടികൾ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾ ഉണരോ വിചാരിച്ചിട്ട് എന്താ വിചാരിച്ച് പോയി നോക്കിയതാ. അച്ഛൻ ആടുകുട്ടികൾ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വന്ന കച്ചവടക്കാരാണ്. അപ്പോൾ 4 ആൾക്കാർ അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടുപോവുകയാണ്. അവരെ കൊടുത്ത് കണ്ടപ്പോൾ എന്തോ ഒരു ഇടങ്ങാറ്. വീടിന് ചുറ്റും ഇങ്ങനെ ഓടിക്കളിക്കുന്ന ആൾക്കാരല്ലേ, അതുപോലെ തന്നെ അടുക്കളയുടെ വാതിൽ നോക്കുന്ന സൗണ്ട് കേട്ടാൽ അപ്പോൾ ഓടി വരും. പിന്നെ ആശുക്കുട്ടി കളിക്കാണ്ടായിരുന്ന ആൾക്കാർ. അങ്ങനെ ഫൈനലി അവരെ കൊണ്ടുപോയി. അപ്പോഴും ഓർമ്മ മക്കൾ എണീറ്റുണ്ടാവുക വെച്ചാൽ ഞാൻ വേഗം റൂമിലോട്ട് പോയി നോക്കിയപ്പോൾ എണീറ്റിട്ടൊന്നുമില്ല, പൊസിഷൻ മാറിയെന്ന് മാത്രം. ആശി അങ്ങേയറ്റത്തുനിന്ന് അല്ലീൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ആടുകുട്ടികളെ കൊടുത്തതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരം. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞാനും എൻ്റെ പൊതിച്ചോറൊക്കെ കെട്ടയച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചു, അടിപൊളി ബിരിയാണി ആയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ വിളിച്ചത്. അതിനുശേഷം ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ചു. അങ്ങനെ ഞാനും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ ചായക്കുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടായ എണ്ണയിലേക്ക് പഴങ്ങൾ ഓരോന്നായിട്ടിട്ട് പഴംപൊരികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആശയൊക്കെ എണീറ്റ് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ അതർവേട്ടൻ വന്നത്. പിന്നെ അതർവേട്ടനും അവളുമായി കളി. ബെഡിന് മുകളിൽ നിന്ന് അല്ലിക്കുട്ടിയും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 2-3 പ്രാവശ്യം ഞാൻ വിളിച്ചു നോക്കി, അരമണിക്കൂർ കൊണ്ട് എത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫൈനലി ഇതാ നമ്മളെ പട്ടാളക്കാരൻ ലീവിന് വന്നിട്ടുണ്ട് ഗൈസ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.